മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബർ ഫലസ്തീനിലാണെന്ന് പറയുന്നു. ശരിയാണോ ഇത്? ആണെങ്കിൽ ഫലസ്തീനിൽ എവിടെയാണ്? ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് അസ്ഹർ വർക്കലം നിന്നു. നമ്മൾ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ പോയാൽ സമാധാനമുള്ള കാലഘട്ടത്തിലും തോക്കും മറ്റുമൊക്കെ ഏന്തി ഇസ്രായേലി പട്ടാളക്കാർ ചുറ്റും നിൽക്കുമെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്കൊക്കെ വളരെ സുഖമായി തന്നെ മസ്ജിദുൽ അഖ്സ സന്ദർശിച്ച് മടങ്ങി വരാനുള്ള സൗകര്യം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സ സന്ദർശിച്ച മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വലതുഭാഗത്താണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബർ അവിടെ കാണാം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു വലിയ രോമാഞ്ചമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് ചരിത്രങ്ങളിൽ ഇടം പിടിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ്. മാത്രമല്ല ഒരുപാട് അംബിയ മുർസലീങ്ങളുടെ ഖബറുകൾ വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായി ധാരാളം അവിടെ ഉണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഒരു ഖബറിടം കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദീനിനോട് കാണിച്ചതിനപ്പുറം അള്ളാഹുവിനോട് കാണിച്ച, രാജ്യത്തിനോട് കാണിച്ച ഒരു സ്നേഹം വെറും കപടമായിരുന്നില്ല എന്നും അദ്ദേഹം അചഞ്ചലമായ വിശ്വാസിയായിരുന്നു എന്നും തെളിയിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മണ്ണ് എന്നും മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായി അള്ളാഹു നിലനിർത്തട്ടെ. ആമീൻ.